നമശിവായ. ഇവിടുത്തെ ഒരു ചോദ്യം കുളാർണവ തന്ത്രത്തെക്കുറിച്ചിട്ടാണ്. എന്താണ് ഈ തന്ത്രശാസ്ത്രത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന കുളാർണവ തന്ത്രം? കുളാർണവം അല്ലെങ്കിൽ കുലാർണവം, ലായും ഉപയോഗിക്കാറുണ്ട്. ഇപ്പം നമ്മൾ ലളിതാ സഹസ്രനാമം ചൊല്ലുന്ന സമയത്ത് അകുല സമയാന്തസ്ഥ സമയാചാര തത്പര എന്ന് ചൊല്ലാറുണ്ട്. അകുല എന്നും അകുള എന്നും ചൊല്ലാറുണ്ട്. അകുല സമയാന്തസ്ഥ, അകുള സമയാന്തസ്ഥ എന്നും ഉപയോഗിക്കാറുണ്ട്. ലായും മാറി മാറി ഉപയോഗിക്കും. ഇപ്പോൾ ചോദ്യത്തിലേക്ക് വന്നാൽ എന്താണ് കുളാർണവ തന്ത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൗളമാർഗത്തെക്കുറിച്ചിട്ടുള്ള, അതായത് തന്ത്രശാസ്ത്രത്തിലെ കൗളമാർഗത്തെക്കുറിച്ചിട്ടുള്ള വളരെ ആഴത്തിലുള്ള അറിവുകൾ ഉള്ളൊരു ഗ്രന്ഥമാണ്, അറിവുകൾ എഴുതി വച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് കുളാർണവ തന്ത്രം എന്നാണ് അതറിയപ്പെടുന്നത്. അതായത് ശക്തി ആരാധനയുടെ, ദേവി ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആധികാരികവുമായിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കുലാർണവ തന്ത്രം എന്ന് പറയുന്നത്. ഇത് പല കാലഘട്ടങ്ങളിലായി ഈ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് എന്നൊരു വാദമുണ്ട്. പക്ഷേ ഇതിൽ പറയുന്ന താന്ത്രിക കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഗുരുവിൻ്റെ, ഒരു പരമ്പരയുടെ കീഴിൽ പഠിക്കേണ്ടതാണ്. കാരണം കുലാർണവ തന്ത്രത്തിലെ പല ആചാരങ്ങളും വളരെ രഹസ്യാത്മക സ്വഭാവമുള്ളതാണ്. ഗുരു ദീക്ഷ, ഗുരു ഉപദേശം ഇല്ലാതെ ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്നൊരു സംഗതിയാണ്. ഈ കുലാർണവ തന്ത്രത്തിൻ്റെ പശ്ചാത്തലം ഇതെങ്ങനെ ഉടലെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ രചന. ആഗമനിഗമ ശാസ്ത്രങ്ങളെന്ന് നമ്മൾ പറയും. ശിവൻ പാർവതിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന രീതി, അതായത് ഈ കൗലമാർഗത്തിൻ്റെ അല്ലെങ്കിൽ കുളമാർഗത്തിൻ്റെ ഏറ്റവും വല്ല അകുലൻ അല്ലെങ്കിൽ കുളൻ എന്ന് പറയുന്നത് പരമേശ്വരനാണ് എന്നാണ് പറയുക. അപ്പോൾ ആ കൗളമാർഗത്തിൻ്റെ ആത്മീയവും അതിൻ്റെ വളരെ പ്രായോഗികവുമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇതിൽ പ്രതിപാദിക്കപ്പെടുന്നത്. പറഞ്ഞല്ലോ, കുളം എന്ന് പറയുന്നത് പരമേശ്വരനാണെന്ന് പറഞ്ഞു, മഹാശക്തിയാണെന്ന് പറഞ്ഞു. ശിവൻ പൂർണ്ണനാകുന്നത് പാർവതിയോടുകൂടിയാണ്, ശക്തിയോടുകൂടിയാണ്. അപ്പോൾ ഇവിടെ കുലം അല്ലെങ്കിൽ കുളം എന്ന് പറഞ്ഞാൽ ശക്തിയെന്നും അർണവം എന്ന് പറഞ്ഞാൽ സമുദ്രം എന്നുമാണ് അർത്ഥം. അപ്പോൾ ശക്തിയുടെ സമുദ്രമാണ് കുലാർണവ തന്ത്രം എന്ന് പറയുന്നത്. ശക്തിയുടെ സമുദ്രമാണ് എന്ന് വെച്ചാൽ ശാക്തേയ മാർഗത്തിലെ വിവിധ ദേവതകളെ പറ്റിയിട്ടുള്ള അറിവുകൾ, അതിനെങ്ങനെ ഉപാസിക്കണം, അതിലെങ്ങനെ സിദ്ധി വരുത്തണം തുടങ്ങിയിരിക്കുന്ന വിവിധ കാര്യങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കപ്പെടുന്നത്. 17 അധ്യായങ്ങളായിട്ടിത് തിരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഗുരുവിൻ്റെ പ്രാധാന്യം, അതായത് ഒരു ശിഷ്യൻ്റെ ആത്മീയമായ വളർച്ചയിൽ അവൻ വഴിതെറ്റിപ്പോകാതെ ശരിയായ മാർഗത്തിൽ അവനെ നയിക്കാൻ പര്യാപ്തനായ ഒരു ഗുരു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നു. അതായത് നമ്മളുടെ ഭൗതിക ജീവിതത്തിലാണെങ്കിലും ആത്മീയ ജീവിതത്തിലാണെങ്കിലും അതിൻ്റെ ഉയർച്ചയ്ക്ക്, വളർച്ചയ്ക്ക്, വികാസത്തിന്, പരിണാമത്തിന് തീർച്ചയായിട്ടും ഒരു ഗുരു നമുക്ക് ആവശ്യമാണ്. ആത്മീയ മാർഗത്തിൽ നമ്മളെ വഴികാട്ടുന്നയാളാണ് ഗുരുവെങ്കിലും ആ ഗുരുവിന് കീഴിൽ നമ്മൾ പഠിക്കുമ്പോൾ ഭൗതിക ജീവിതത്തിലും അതിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും വേണ്ടതായിട്ടുള്ള ഉപദേശവും നമുക്കവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഭൗതികവും ആത്മീയവുമായ ജീവിതത്തിൽ നമ്മളെ വഴികാട്ടുന്ന ആ ഒരു മഹാശക്തി തന്നെയാണ് ഗുരു എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും തന്ത്രസാധനകളിൽ ഒരു ഗുരുവിൻ്റെ ഉപദേശമില്ലാതെ, ഗുരുവിൻ്റെ ഗൈഡൻസ് ഇല്ലാതെ തന്ത്ര പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. അതിനെപ്പറ്റി, ഗുരുവിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ ദീക്ഷാക്രമങ്ങളെക്കുറിച്ചിട്ട്, മന്ത്രദീക്ഷാക്രമങ്ങളെക്കുറിച്ച്, മന്ത്രങ്ങളുടെ ശക്തി എന്താണ്, ആ ശരിയായ രീതിയിൽ ദീക്ഷ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ്, പല ദീക്ഷകൾ നമ്മൾ പറയുന്ന ഉപദേശ രൂപേണ നൽകുന്ന സാമാന്യ ദീക്ഷ, മന്ത്രോപദേശ ദീക്ഷ, നയന ദീക്ഷ, സ്പർശ ദീക്ഷ, ശക്തിപാദ ദീക്ഷ, ഊർധ്വപാദ ദീക്ഷ, ദിവ്യപാദ ദീക്ഷ തുടങ്ങിയിരിക്കുന്ന വിവിധ ദീക്ഷകളെക്കുറിച്ച്. ദീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു ശക്തി സംക്രമണമാണെന്ന് പറയും. ഗുരു താൻ ആർജിച്ച ആ ഒരു ശക്തിയെ അല്ലെങ്കിൽ തൻ്റെ പരമ്പരയിലൂടെ തനിക്ക് ലഭിച്ച ശാക്തേയ മാർഗത്തിലെ അല്ലെങ്കിൽ തന്ത്രമാർഗത്തിലെ വിവിധ കാര്യങ്ങളെ യഥാവിധി ശിഷ്യനിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ടെക്നിക്കാണ് ദീക്ഷ എന്ന് പറയുന്നത്. ഒരു ശക്തിയുടെ സംക്രമണമാണ് എന്ന് നമുക്ക് ദീക്ഷയെപ്പറ്റി പറയാം. അപ്പോൾ അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള മന്ത്രദീക്ഷകളെ കുറിച്ചിട്ട് ഇതിൽ പരാമർശിക്കുന്നുണ്ട്. പിന്നെ പഞ്ചമകാര പൂജകളെപ്പറ്റി പറയുന്നുണ്ട്. മദ്യം, മാംസം, മത്സ്യം, മുദ്ര, മൈഥുനം, അതാണ് 5 മകാരങ്ങൾ. ഈ 5 കാര്യങ്ങൾ സാധാരണഗതിയിൽ ഏറ്റവും അധികം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. മദ്യം വെച്ചിട്ടുള്ള പൂജ, മാംസം വെച്ചിട്ടുള്ള പൂജ, മത്സ്യം, മുദ്ര, മൈഥുനം വെച്ചിട്ടുള്ള പൂജ എന്നൊക്കെ പറയുമ്പോൾ തികച്ചും അതിനെ ഭൗതിക തലത്തിൽ, ബാഹ്യതലത്തിലാണ് പലരും ആരാധിക്കുക. മദ്യം വെച്ച് പൂജ എന്ന് വെച്ചാൽ മദ്യം എടുത്തു വെച്ച് ദൈവത്തിന് സമർപ്പിച്ചിട്ട് അത് കുടിച്ചിട്ട് നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം നശിപ്പിക്കുന്ന കാര്യങ്ങൾ,
അങ്ങനെയല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പഞ്ചമകാര പൂജ എന്ന് പറഞ്ഞാൽ. അതിനെപ്പറ്റി നമ്മൾ ഒരിക്കലും വളരെ വിശദമായിട്ട് പറഞ്ഞിരുന്നു, എങ്കിലും ഒന്ന് ഓടിച്ച് അതിനെപ്പറ്റി പറഞ്ഞു പോകാം. ഇവിടെ പഞ്ചമകാരങ്ങളിൽ മദ്യം എന്ന് പറയുന്നത് ഇത് ഒരു ലഹരിപാനീയം ആയിട്ടല്ല, ബാഹ്യമായിട്ടുള്ളൊരു പാനീയമായിട്ടല്ല പറയുന്നത്. തന്ത്രശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ മദ്യം എന്ന് പറയുന്നത് സാധകൻ തൻ്റെ ആത്മീയ സാധനയിലൂടെ തൻ്റെ ഉള്ളിൽ ആർജിക്കുന്ന ആത്മീയ ലഹരിയാണ്. അല്ലെങ്കിൽ നമ്മളുടെ കുണ്ഡലിനി ശക്തി ഉണർന്ന് അത് ഷഡ്ചക്രങ്ങളെ ഭേദിച്ച് മുകളിലേക്ക് പോകുമ്പോൾ ബിന്ദുചക്രത്തിൽ നിന്നുണ്ടാകുന്നതായിരിക്കുന്ന അമൃതധാര, ഇതിനെ പ്രതിനിധീകരിച്ചിട്ടാണ് ഇവിടെ മദ്യം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതായത് യോഗ സാധനകളിലൂടെ, തന്ത്രസാധനകളിലൂടെ നമുക്ക് ലഭിക്കുന്ന ഈശ്വരീയമായിരിക്കുന്ന ഒരു പരമാനന്ദമാണ്, പരമാനന്ദ ലഹരി, ശിവാനന്ദ ലഹരിയാണ് ഇവിടെ മദ്യം എന്ന് പറയുന്നത്. സാധാരണ മദ്യം കുടിച്ചാൽ നമ്മൾ ലഹരി മൂത്ത് നമ്മൾ ബോധരഹിതരായിട്ടൊക്കെ വീഴാറുണ്ട് അല്ലേ? ഇതങ്ങനെയല്ല, ആത്മജ്ഞാനത്തിൻ്റെ, ആത്മബോധത്തിൻ്റെ ദൈവീക ലഹരിയാണ് ഇവിടെ മദ്യം എന്ന് പറയുക. അപ്പോൾ പഞ്ചമകാര പൂജയിൽ മദ്യം ഉപാസന എന്ന് വെച്ചാൽ ഈ ആത്മീയ ലഹരി നുകരുന്നതിനുള്ള ആത്മസാധനാ വിദ്യകളെയാണ് ഇവിടെ മദ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാംസം എന്ന് പറഞ്ഞാൽ നമ്മൾ മീറ്റ്, സാധാരണ നമ്മൾ പറയുന്ന ചിക്കൻ അല്ലെങ്കിൽ മട്ടൻ, ബീഫ് അങ്ങനെയുള്ള മാംസം വെച്ചുകൊണ്ട് പൂജ ചെയ്യുക എന്നൊരർത്ഥത്തിലല്ല ഇത് ഉപയോഗിക്കുന്നത്. ഭൗതികമായിരിക്കുന്ന മാംസമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാ കർമ്മങ്ങളും ഈശ്വരനിൽ അർപ്പിക്കുക എന്നും, കോപം, അസൂയ അങ്ങനെയുള്ള നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് വിചാരങ്ങൾ, കാമക്രോധ ലോഭമത മത്സര്യാദി വികാരങ്ങൾ, ഇത്തരത്തിലുള്ള മൃഗീയ വികാരങ്ങളെ ബലി കഴിക്കുക എന്നുള്ളൊരർത്ഥത്തിലാണ് മാംസം ഉപയോഗിക്കുക. ഇതിനൊക്കെ ആന്തരികാർത്ഥമാണുള്ളത്. മദ്യത്തിനും മാംസത്തിനും ആന്തരികാർത്ഥമാണ്. അതായത് നമ്മുടെ ഉള്ളിലെ എല്ലാ നെഗറ്റീവിനെയും, നമ്മളുടെ ആത്മീയ പുരോഗതിക്ക്, കുണ്ഡലിനി ശക്തിയുടെ ഉണർവിന് തടസ്സമാകുന്ന സർവ്വതിനെയും ഇവിടെ മാംസമായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അതിനെ ബലി കഴിക്കുന്നു. ഇതാണ് ഇവിടെ മാംസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. മത്സ്യം, നമ്മൾ ഫിഷ് എന്ന് സാധാരണഗതിയിൽ പറയും. ഇവിടെ ഉദ്ദേശിക്കുന്നത് പുഴയിലൂടെ നീന്തി നടക്കുന്ന, നമ്മൾ പിടിച്ച് കറി വയ്ക്കുന്ന മത്സ്യമല്ല. ഒരു മത്സ്യം എപ്രകാരമാണോ പുഴയിലൂടെ നീങ്ങുന്നത്, അതായത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, അത്തരത്തിൽ ചലിക്കുന്ന മനസ്സിനെ ഒരു മത്സ്യമായിട്ട് ഇവിടെ സങ്കല്പിക്കുന്നു. അതായത് ചഞ്ചലമായ മനസ്സിനെയാണ് ഇവിടെ മത്സ്യമെന്ന് പറയുന്നത്. ആ മനസ്സിനെ നിയന്ത്രിക്കുന്ന വിദ്യ, അതിനെ നിയന്ത്രിക്കുന്നതിനുള്ള ടെക്നിക്കുകളാണ് ഈ പഞ്ചമകാര പൂജയിൽ മത്സ്യം എന്ന ഭാഗത്ത് വരുന്നത്. നമ്മൾ പറയില്ല, യോഗശാസ്ത്രത്തിൽ 72,000 നാഡീ സംവിധാനങ്ങളെപ്പറ്റി നമ്മൾ പറയാറുണ്ട്. അതിൽ നമ്മളുടെ പ്രധാന നാഡികൾ ഇടാപിംഗള, സുഷുമ്ന നാഡികളുണ്ട്. അപ്പോൾ ഇതിൽ ഇടാപിംഗള നാഡികളിലൂടെയുള്ള പ്രാണവായുവിൻ്റെ സഞ്ചാരത്തെയും ഈ മത്സ്യ ഗമനം എന്നാണ് പറയുക. അപ്പോൾ ഇത് ബാഹ്യാർത്ഥമല്ലെന്ന് വിചാരിക്കുക. ബാഹ്യത്തിലല്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചില പ്രതീകങ്ങൾ വെച്ചിരിക്കുന്നു. അതിന് ആന്തരികമായിരിക്കുന്ന അർത്ഥമാണുള്ളത്. ഓക്കെ, അപ്പോൾ ചഞ്ചലമായ മനസ്സിനെ നിയന്ത്രിക്കുന്നതിനുള്ള പ്രാണായാമാദി ക്രിയകളൊക്കെ ഈ മത്സ്യം എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ഈ പഞ്ചമകാരത്തിൽ വരിക. മുദ്ര, ഇത് മുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നൃത്തത്തിൽ ഉപയോഗിക്കുന്ന മുദ്രകൾ, പൂജയിൽ ഉപയോഗിക്കുന്ന മുദ്രകൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ശരിക്കും തന്ത്രശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന, അതായത് നമ്മളുടെ ആരാധനകളിൽ ഉപയോഗിക്കുന്ന ചില ധാന്യങ്ങളെയും അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന കൈകൊണ്ടിട്ടുള്ള ചില മുദ്രകളിലെയും, കായമുദ്രകൾ, മനോമുദ്രകൾ, അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള മുദ്രകളുണ്ട്. ശക്തിബന്ധ മുദ്രകൾ, ഷഡ്ചക്രഭേദന മുദ്രകൾ, അങ്ങനെ വിവിധ യോഗമുദ്രകൾ തന്ത്രശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന മുദ്രകളുണ്ട്. അതായത് നമ്മളെ ശരീരത്തിനെയും മനസ്സിനെയും ഒരു പ്രത്യേക തലത്തിലേക്ക് എത്തിക്കാനാണ് ഇത് ഉപയോഗിക്കുക. ഇപ്പോൾ ചിന്മുദ്ര, ജ്ഞാനമുദ്ര, ശക്തിബന്ധ മുദ്ര, വജ്രൗളി മുദ്ര, സഹജൗലി മുദ്ര, അമരൗലി മുദ്ര, അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള മുദ്രകളുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ധാന്യങ്ങളെ ഒരു മുദ്ര എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. പിന്നെ നമ്മളതല്ലാതെ ഈ പറഞ്ഞ രീതിയിലുള്ള ചില പ്രത്യേക കൈകൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ ചെയ്യുന്നത്, അതായത് പ്രാണനെ നിയന്ത്രിക്കുന്നതിനായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് മുദ്ര എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ ധാന്യങ്ങളെയും മുദ്ര എന്നൊരർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഇത്തരത്തിൽ നമ്മളുടെ പ്രാണശക്തിയുടെ നിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന കൈകൊണ്ടും മനസ്സുകൊണ്ടും ഒക്കെ ചെയ്യുന്ന ചില പ്രത്യേക ഇതിനെയും മുദ്രകളായിട്ട് നമ്മളിവിടെ പറയാറുണ്ട്. മൈഥുനം, ഇവിടെ മൈഥുനം എന്ന് പറയുമ്പോൾ ഒരു ലൈംഗികമായിരിക്കുന്ന ഒന്നായിട്ടാണ് നമ്മൾ പറയുക. മറിച്ച് അങ്ങനെയല്ല. കുണ്ഡലിനി ശക്തി സഹസ്രാര പത്മത്തിൽ ശിവനുമായി ലയിക്കുന്ന അദ്വൈത അവസ്ഥയാണ് ഇവിടെ മൈഥുനം എന്നതുകൊണ്ട് സൂചിക്കുക. അതായത് പുരുഷ തത്വം, ശിവതത്വം, പ്രകൃതി തത്വം, ശക്തിതത്വം ഒന്നാകുന്ന ആത്യന്തികമായിരിക്കുന്ന ആ ജ്ഞാനാവസ്ഥ, ആ മോക്ഷാവസ്ഥയാണ് ഇവിടെ മൈഥുനം എന്ന് പറയുന്നത്. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കാതെ പഞ്ചമകാര പൂജ എന്ന് മനസ്സിലാക്കിയിട്ട് മീനും മാംസവും മൈഥുനവും ഒക്കെ നടത്തുന്നതുണ്ട്.
അത് യഥാർത്ഥ തന്ത്രശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കുലാർണവ തന്ത്രശാസ്ത്ര പ്രകാരം അതങ്ങനെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ കുലാർണവ തന്ത്രം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട തന്ത്രശാസ്ത്രത്തിലെ ഒരു ഗ്രന്ഥം തന്നെയാണ്. ശിവൻ പാർവതിക്ക് ഉപദേശിച്ച രൂപത്തിലാണ് അത് വരുന്നത്. അതിൽ പ്രധാനമായും പ്രതിപാദിക്കപ്പെടുന്നത് ഗുരുവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, മന്ത്ര ദീക്ഷാക്രമങ്ങളെക്കുറിച്ച്, പഞ്ചമകാര പൂജകളെക്കുറിച്ച്, അതുപോലെ തന്നെ മോക്ഷം, അതായത് ലൗകിക ജീവിതവും ആത്മീയ ജീവിതവും ഒരേപോലെ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണെന്നാണ് തന്ത്രം പറയുക. ആത്മീയ പുരോഗതിക്ക് ഭൗതികത ഉപേക്ഷിക്കേണ്ട, ഭൗതിക ഇതുണ്ടാകാൻ ആത്മീയതയും നമ്മൾ ഉപേക്ഷിക്കേണ്ടതില്ല. അപ്പോൾ ഇതിന് ഒരു സമന്വയത്തിലൂടെ എങ്ങനെ ആത്മസാക്ഷാത്കാരം നേടാമെന്നതിനെ പറ്റിയും ഇതിൻ്റെ അകത്ത് പരാമർശിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കുലാർണവ തന്ത്രം നമ്മളോട് പറയുന്നത് ഈ പുറമേ നിന്ന് പഠിച്ചിട്ട് കാര്യമില്ല, വെറും വായന കൊണ്ട് കാര്യമില്ല, അനുഭവം, എക്സ്പീരിയൻസ് ആണ് പ്രാധാന്യം എന്നാണ് കുലാർണവം പറയുന്നത്. യോഗമില്ലാത്ത ജ്ഞാനവും ജ്ഞാനമില്ലാത്ത യോഗവും മോക്ഷത്തിന് പര്യാപ്തമല്ല. എന്താണ്? യോഗമില്ലാത്ത ജ്ഞാനവും ജ്ഞാനമില്ലാത്ത യോഗവും മോക്ഷത്തിന് പര്യാപ്തമല്ല എന്നുള്ളതാണ് ഈ ഗ്രന്ഥം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ കുലാർണവ തന്ത്രം എടുത്തു വെച്ച് വെറുതെ വായിച്ചിട്ട് കാര്യമില്ല. അത് യഥാവിധി ഗുരുവിൻ്റെ ഒരു പരമ്പരയുടെ കീഴിൽ നിന്ന് പഠിച്ച് മന്ത്രോപദേശ രൂപത്തിൽ അല്ലെങ്കിൽ ദീക്ഷാരൂപത്തിൽ ഗുരുവിൻ്റെ അനുവാദത്തോടെ, പരമ്പരയുടെ അനുവാദത്തോടെ അതിലെ ടെക്നിക്കുകൾ ചെയ്യുമ്പോഴാണ്, തന്ത്രത്തിലെ എല്ലാ വിദ്യകളും അങ്ങനെ തന്നെയാണ്, നമുക്കതുകൊണ്ട് അനുഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക. നമസ്തേ. ഓം നമഃ ശിവായ.